വിനായക ചതുർത്ഥി അറിയേണ്ടതെല്ലാം. ഗണേശന്റെ ജന്മദിനമാണ്. വിനായക ചതുർത്ഥിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. അതാണ് വിനായക ചതുർത്ഥിയായി നാം ആഘോഷിക്കപ്പെടുന്നത്. ഇത്തവണ ഗണേശ ചതുർത്ഥി വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 27 ബുധനാഴ്ചയാണ്. അന്നേ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഏത് ശുഭകാര്യത്തിനു മുൻപും വിഘ്ന നിവാരണത്തിനായി നാം ഗണപതി പൂജ നടത്താറുണ്ട്. ഗണേശന്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ തടസ്സം, വിദ്യാ തടസ്സം, സന്താന തടസ്സം, ഗൃഹനിർമ്മാണ തടസ്സം, അങ്ങനെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും എല്ലാ വിഘ്നങ്ങളും ഒഴിവാക്കാൻ ഏറ്റവും ഉത്തമമാണ്. വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അന്നേ ദിവസം ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഫലപ്രാപ്തിയിലെത്തും. സർവാഭിഷ്ട സിദ്ധിക്ക് ചതുർത്ഥി ദിനത്തിൽ ഗണപതിക്ക് മുക്കുറ്റി, കറുക എന്നിവ കൊണ്ട് മാല, അർച്ചന, മോദക നീദ്യം, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാഭിഷ്ട സിദ്ധിയാണ് ഫലം. വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബ ഐശ്വര്യവർദ്ധനവിന് ഉത്തമമാണ്. ചതുർത്ഥി വ്രതം എന്തിന് എന്ന് നോക്കാം. വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠമാണ്. ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെ ഒരു വർഷക്കാലം ഗണേശപ്രീതിയിലൂടെ സർവ്വവിഘ്നങ്ങളും അകന്ന് ഉദ്ദിഷ്ട കാര്യലബ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ചതുർത്ഥിയുടെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം. എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തലേന്ന് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. ഒരിക്കലൂണാവാം, എണ്ണ തേച്ച് കുളി, പകലുറക്കം എന്നിവ പാടില്ല. ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കണം. കിഴക്കോട്ട് തിരിഞ്ഞാവണം ജപം. 108 തവണ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമെങ്കിലും കുറഞ്ഞത് 10 തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. തുടർന്ന് ഗണേശ ക്ഷേത്ര ദർശനം നടത്തണം. അവനവരാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. ധാന്യഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴങ്ങളും കഴിക്കാം. ധാന്യഭക്ഷണം അരിയാഹാരങ്ങൾ ഉപേക്ഷിക്കുക. പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം. ഒരിക്കലൂണ് അഭികാമ്യമാണ്, അത് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. തലേന്ന് മുതലേ വ്രതം ആരംഭിക്കണം. ദിനം മുഴുവൻ ഗണേശ സ്മരണയോടെ കഴിച്ചു കൂട്ടുന്നത് അത്യുത്തമമാണ്. കഴിയുന്നത്ര തവണ മൂലമന്ത്രമായ ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ജപിക്കുക. സാധ്യമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തുക. പിറ്റേന്ന് തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് പാരണ വീട്ടാം. പാരണ വീട്ടുക എന്ന് പറഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കാമെന്ന്. ഗണേശ ഗായത്രികൾ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അന്ന് ചൊല്ലാവുന്ന ഗണേശ ഗായത്രി മന്ത്രങ്ങളാണ്: ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയ. അതുപോലെ തന്നെ ലംബോദരായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാത്. വിഘ്ന നിവാരണത്തിന് വേണ്ടിയിട്ടും കാര്യസിദ്ധിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഗണപതി ഗായത്രി മന്ത്രങ്ങളാണ്. അതെല്ലാം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. വിനായക ചതുർത്ഥിയും ചന്ദ്രനും തമ്മിലുള്ള ഐതിഹ്യം എന്താണെന്ന് നോക്കാം. വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ പിറന്നാൾ സദ്യയുണ്ട്. എഴുന്നേൽക്കാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ അടിതെറ്റി വീണു. ഇത് കണ്ട ചന്ദ്രൻ കളിയാക്കി ചിരിച്ചു. അതിൽ കോപിഷ്ഠനായി ഇന്നേ ദിവസം നിന്നെ ദർശിക്കുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാവട്ടെ എന്ന് ഗണപതി ശപിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആയതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്ക് ഇടയാക്കും എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. ആയതിനാൽ എല്ലാവരും അന്നേ ദിവസം ചന്ദ്രനെ ദർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.